ഹലോ. അല്ല എന്നെ അങ്ങോട്ടാ? ഇവിടെ അടുത്ത് റീനയുടെ വീട്ടിലേക്കാ. എന്റെ ഒരു ബുക്ക് അവളുടെ കയ്യിലുണ്ടായിരുന്നു, അത് മേടിക്കാനാ. എന്നാ ശരി. ശരൺ. ആ എന്താ? താങ്ക്സ്. താങ്ക്സ് എന്തിന്? അല്ല, അന്ന് എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ? ഹേയ്, അതിന് നന്ദി പറച്ചിലിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പച്ചൻ എന്നും വഴക്കാ, കുടിച്ച് ബോധമില്ലാതെ എന്നും പ്രശ്നമാ. എങ്ങോട്ടെങ്കിലും ഓടിപ്പോണെന്ന് പലവട്ടം ആലോചിച്ചതാ. അമ്മച്ചി ഓർത്തോണ്ട് മാത്രമാ. ഏയ്, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം ശരിയാവും. അമ്മച്ചിക്ക് ശരണ്യ വലിയ ഇഷ്ടാ. അമ്മച്ചിക്ക് മാത്രമല്ല. എന്നാ ശരി, ഞാൻ വരട്ടെ, പിന്നെ കാണാം. നീ എന്റെ മുന്നിൽ തന്നെ വന്ന് പെടുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇവന്റെ കണക്കൊന്ന് തീർക്കാനുണ്ട്. ഇറങ്ങണടാ. എന്റെ ഭാര്യയും മകളെയും ചിലപ്പോ ഞാൻ തല്ലും കൊല്ലും. അവരെ സംരക്ഷിക്കാൻ നീ ആരടാ? എന്താ എനിക്ക് പകരം എന്റെ വീട്ടിൽ നിനക്ക് കയറി കിടക്കണമെന്നുണ്ടോ? അനാവശ്യം പറയരുത്. എന്റെ നേരെ നീ അന്ന് കൈപൊക്കി. നല്ല ഫസ്റ്റ് ക്വാളിറ്റി സ്പിരിറ്റ് കൊണ്ട് നിന്നെ പച്ചയ്ക്ക് കത്തിക്കും. എന്നാ കത്തിക്കണോ? കത്തിക്ക്. മദ്യലഹരിയിൽ ഇത്രയും കാലം ആടി ആട്ടുണ്ടല്ലോ, ആ ചിലമ്പ് ഞാൻ അഴിച്ചു വെപ്പിക്കും. അതിന് നീയല്ല, നിന്നെ ഉണ്ടാക്കിയ വിചാരിച്ചാൽ നടക്കില്ല. എന്റെ നാട്ടിൽ വന്നിട്ടോ അവന്റെ കളി. ആ മത്ത് ബേബിക്ക് ഭ്രാന്താടാ, പണി കൊടുക്കണോ അവന്? അയാള് വെറും വൃത്തികെട്ടവനാടാ. ലെനയുടെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. അയാളുടെ കയ്യിൽ നിന്ന് നിനക്ക് അവളൊന്ന് രക്ഷിച്ചൂടെ? നീ എന്തായി പറയുന്നേ? അവളുടെ മനസ്സിലെ ഹീറോ നീ അല്ലടാ. എന്നാ ഞാൻ പുറത്തുണ്ടാവും. ശരൺ എന്നോട് ക്ഷമിക്കണം. വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാ. എന്താടോ ഇത്? താൻ എന്ത് തെറ്റ് ചെയ്യുന്ന? എന്റെ അപ്പച്ചൻ ക്രൂരനാണ്. തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരിക്കലും അപ്പച്ചനെ നല്ലൊരു മനുഷ്യനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. താൻ വിഷമിക്കണ്ട.
കാലം മായ്ക്കാത്തായിട്ട് ഒന്നുമില്ല. എല്ലാം ശരിയോ? താൻ ആ കണ്ണീരോടക്കെ. ശരണ്യ ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഈ മരുന്ന് ഇപ്പൊ കഴിക്കണ്ടാണ്. ആ. മരുന്നുകൾ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ. കുറഞ്ഞോളും. ആശ അറിഞ്ഞില്ലേ? ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പാ പോയത്. തന്റെ അപ്പച്ചനെ കുറെ ചീത്തയും പറഞ്ഞാ പോയത്. മരുന്ന് കഴിക്കണ്ടേ? അപ്പച്ചാ, വേണ്ട, ഞാൻ എടുത്തു തരാം. കുറവുണ്ടല്ലോ അല്ലേ? ഇതാ. മതിയോ? ഞാൻ പോയിട്ട് വരാം. പിന്നെ ഇവിടെ ഒന്നും ആരും വീട്ടിലറിയണ്ട. ആ. ഇപ്പൊ മനസ്സിലായില്ലേ അവളുടെ മനസ്സിലെ ശരിക്കുള്ള ഹീറോ ആരാണെന്ന്? ലെനെ, ഇത്രയും നേരം നീ എവിടെ പോയിരിക്കുമായിരുന്നു? ശരണ്യെ കാണാൻ ഹോസ്പിറ്റലിൽ വരെ പോയതാ അമ്മച്ചി. ഞാൻ പറഞ്ഞല്ലേ മോളെ ഒന്നും വേണ്ടാന്ന്. അമ്മച്ചി, നമ്മൾ എന്നെ സഹായിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാ ശരണ്യ ക്രൂരത മുഴുവൻ അനുഭവിക്കുന്നത്. ആ പാവത്തിനെ അപ്പച്ചൻ തല്ലി ചതച്ചു. എന്നിട്ടൊരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കാത്ത ശരണ്ന്റെ മുഖം മനസ്സിന് മായുന്നില്ല അമ്മച്ചി. എല്ലാം കർത്താവ് കാണുന്നുണ്ട് മോളെ. നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് നെഞ്ചിൽ തീയാണ്. എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. അമ്മച്ചിക്കൊന്ന് അവിടം വരെ പോക്കൂടെ? വേണ്ട മോളെ, നിന്റെ അപ്പച്ചൻ അറിഞ്ഞാൽ പിന്നെ അത് മതി. ആ, നീ വലുതും കഴിച്ച് പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ചെല്ല്. തരകന്റെ മദ്യം ആരെയും കൊന്നിട്ടില്ല. ആ പാരമ്പര്യം അവനെ ആ സുബ്രഹ്മണ്യൻ ആവോളം ഉണ്ട്. സുബ്രഹ്മണ്യൻ കാശെറിഞ്ഞ് കളിക്കുമ്പോ തരകൻ വിശ്വാസം കൊണ്ട് കളിക്കും. ആൾബലം അത് തരനോടൊപ്പം ഉണ്ട്. അവന്റെ തീക്കളിയൊക്കെ അങ്ങ് പാണ്ടി നാട്ടിൽ. ഫ്രെഡി, അവന്റെ ആൾക്കാരിൽ ചിലവര് പരിചയമില്ലാത്ത മുഖങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചാ കൊള്ളാം. പിന്നെ ആ ചെക്ക് പോസ്റ്റ് കൊടുക്കാനുള്ള കാശ് ലോറൻസിനെ ഏൽപ്പിച്ചേ. ആ ശരി. ആ ബേബി ഇരിക്കെ. വേണ്ട മുതലാളി, ഞാനിവിടെ നിന്നോളാം. എന്നെ എന്തിനാ വിളിപ്പിച്ചേ? ബേബി, ആ ചേറായി സുബ്രഹ്മണ്യൻ എനിക്കെതിരെ കളിച്ചു തുടങ്ങിയിരിക്കുന്നു. അവൻ വരുത്തനല്ലേ. ഇത്രയും കാലം അവനോട് നിന്നിട്ട് താൻ എന്തു നേടി? ഒന്നും നേടിയില്ല. പക്ഷേ സുബ്രഹ്മണ്യനെതിരെ എന്റെ കൂടെ നിന്നാൽ ഇത്രയും കാലം കൊണ്ട് സുബ്രഹ്മണ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബന്ധങ്ങൾ വളരെ വലുതാണ്. അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഇവിടെ ആളുകളുണ്ട്. ബേബിക്ക് എന്താ പേടിയാണോ? അത് തരകൻ, കാഞ്ചിയാർ തരകൻ, സുബ്രഹ്മണ്യൻ, അവന് വേണ്ടി ചിന്തിക്കുമ്പോ അത് ഞാൻ എന്റേതാക്കി കഴിഞ്ഞിരിക്കും. എനിക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ ഞാൻ ആരോടെ നിൽക്കും.